നമസ്കാരം. സ്ത്രീകൾ അടുക്കള പുകമരക്കുള്ളിൽ മാത്രം ജീവിച്ചു തീർക്കേണ്ട ജന്മങ്ങളാണെന്ന് പ്രാകൃതീയ നടപ്പിലാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ച താലിബാന്റെ തോക്കിമുലയ്ക്ക് മുന്നിൽ വിദ്യാഭ്യാസം തന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച മലാല യൂസഫ്സായ് എന്ന 14-കാരിക്ക് അഭിവാദനത്തിന്റെ സല്യൂട്ടുകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വപ്ന കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. പെൺകുട്ടികളെ ആരും സ്കൂളിലേക്കോ കോളേജിലേക്കോ വിടുവാൻ പാടുള്ളതല്ല. ഇത് ഞങ്ങളുടെ ആജ്ഞയാണ്. ഇതനുസരിക്കാത്തവർക്ക് മരണമായിരിക്കും ശിക്ഷ. ഉപ്പ, എനിക്ക് പഠിക്കണം. ഈ പുസ്തകങ്ങളിലൊക്കെ എത്ര അറിവ് ഉപ്പ മറന്നിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ അറിയണം. ഇത്ര പാടല്ലോ പഠിക്കാൻ. ബേട്ടി, അവരൊരു ആൺകുട്ടിയാണ്. പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല. അതവരുടെ പദ്ധതിക്കെതിരാണ്. അവരെ ധിക്കരിച്ചാൽ നമ്മൾ അനുഭവിച്ചതല്ലേ. ബാബുജി, ആസിയത്തെ എന്നോട് സ്കൂളിലേക്ക് അയക്കണം. നിങ്ങൾ മതത്തിന്റെ തന്നെ ഇല്ലാതാക്കുന്നു. അറിയുക, വായിക്കുക, പഠിക്കുക എന്നതെല്ലാം ഇസ്ലാമിന്റെ തത്വമാണ്. മലല, നീ സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു? അതെ, ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പഠിക്കാൻ കയറുന്ന ബാബുജി മുതൽ ആസിയ ഉൾപ്പെടെയുള്ള എല്ലാ പെൺകുട്ടികളും പ്രാകൃത നിയമങ്ങളെ തെളിയിച്ച് ഞങ്ങൾ അക്ഷരത്തിന്റെ അറിവ് തേടും. ആരാണവൾ? നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ വളർന്നവൾ ആരാണവൾ? അമീർ, അവൾ മലാല യൂസഫ്സായ്. അവളെ സൂക്ഷിക്കണം. അവൾ പെൺകുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവൾ കാരണം നിരവധി പെൺകുട്ടികൾ നിയമങ്ങൾ ലംഘിക്കുന്നു. മലാല, എന്റെ പുന്നാര മോളെ, എന്തിനാ ഇതൊക്കെ? അവൾ ഭ്രാന്തമ്മ. അവരെന്റെ മോളെ കൊല്ലും. ഉമ്മ, നമുക്ക് വേണ്ടി എത്രയോ പേർ മരണപ്പെട്ടിരിക്കുന്നു. എനിക്ക് പേടി. അക്ഷരം വെളിച്ചമാണ്. അത് നമ്മുടെ രാജ്യത്തെ സമാധാനത്തിലേക്ക് നയിക്കും. ഞങ്ങളുടെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പാഠമായി ഈ പെൺകുട്ടിയുടെ ശരീരം ഞങ്ങൾ തുളയ്ക്കുവാൻ പോകുന്നു. നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, വിപണിയിൽ വിൽക്കപ്പെട്ട അക്ഷരങ്ങൾ വീണ്ടെടുക്കാം. മലയാള പെൺകുട്ടി കേരളത്തിൽ പുനർജനിക്കുന്നു. വിദ്യാഭ്യാസം കച്ചവടം